ഗൗരിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. മോളെ, ദൈവം തന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി. അമ്മ എന്തീ പറയുന്നേ? അല്ല മോളെ, അവനിപ്പോ നിന്നെ മറന്നു. അതിനൊന്നുമില്ല, അതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ പറയുന്നത് എന്റെ പൊന്നുമോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനിയും നീ അവന്റെ കൂടെ പോയി നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. വാ, പെട്ടെന്ന് വാ, നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം. സമയം കുറെ ആയിരിക്കുന്നു, വേഗം വാ. ഇവിടെ കണ്ണീരൊലിപ്പിച്ചോണ്ട് നിൽക്കാതെ. ഇല്ല അമ്മ, ഞാൻ വരില്ല. ഞാൻ ഇവിടെ നിന്നോളാം അമ്മ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഗൗരി, നീ എന്റെ തനി സ്വരൂപം ഇവിടെ ഇളക്കാൻ നിൽക്കരുത്. പറഞ്ഞേ കേട്ടോണം. വിടമ്മ. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട. അവൻ നിന്നെ മറന്നു. അതോടെ ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. വാ ഗൗരി, മര്യാദയ്ക്ക് വന്നോ നീ. ഇല്ല അമ്മേ, അർജുന് എന്നെ ഓർമ്മയില്ലെങ്കിലും എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നോക്ക്, നീ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. മര്യാദയ്ക്ക് പോന്നോ? എന്നോട് തർക്കിക്കാനായോടി നീ? അമ്മേ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. മിണ്ടരുത് നീ. നീ ഒറ്റ ഒരുത്തിയാ ഇവിടെ ഇങ്ങനെ കൂടെ നടന്ന് വഷളാക്കുന്നത്. അമ്മേ, ചിത്രയൊന്നും പറയരുത്. ഇല്ലാടി, നിങ്ങളെ ഞാനൊന്നും പറയുന്നില്ല. ഞാനാണല്ലോ തെറ്റ് ചെയ്തത്. നിന്നെ അവിടെ പൂട്ടിയിട്ടാ മതിയായിരുന്നു എനിക്ക്. അപ്പൊ എന്തൊക്കെ കള്ളമായിരുന്നു. ചിത്രയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോണം, അവൾക്ക് വേറെ ആരുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങിയത്? നിൽക്കമ്മേ. ഗൗരി എടുത്തിയെ, എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അഞ്ജലി, ഗൗരി എടുത്തി, ഞാൻ എന്റെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് ചോദിക്കാൻ നീ ആരാ? അതമ്മേ, ഞാൻ അർജുന്റെ പെങ്ങളാ. എന്റെ ചേട്ടന്റെ മനസ്സ് ഈ ഗൗരി എടുത്തിക്കുള്ള സ്ഥാനം എത്രയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ചേട്ടന് ഓർമ്മ പോയെങ്കിലെന്താ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഗൗരി എടുത്തില്ലാതെ എന്റെ ചേട്ടന്റെ പഴയ ഓർമ്മകൾ ഒരിക്കലും തിരികെ വരില്ല. അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ തന്നെ വേണം. അതൊന്നും പറ്റത്തില്ല. കണ്ണി കണ്ട ചെറുക്കന്മാർക്ക് ബോധം തെളിയുന്നത് നോക്കിയിരിക്കലല്ല എന്റെ മകളുടെ ജോലി. പ്ലീസ് അമ്മേ, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എന്റെ ചേട്ടന് ഓർമ്മ വന്നില്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് പഴയതുപോലെ തിരികെ വേണം. അതിനു വേണ്ടിയാ ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. പ്ലീസ്. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ഗൗരി. നീ അവിടെ എന്തോ വായും പൊളിച്ച് നോക്കി നിൽക്കുക. ഗൗരി ചേച്ചി, അഞ്ജലി, ഗൗരി എടുത്തി, നമുക്ക് ചേട്ടനെ കാണാൻ പോയാലോ? നിൽക്കഞ്ജലി, നിങ്ങളിത് എങ്ങോട്ടാ? എന്റെ ചേട്ടന്റെ അടുത്തേക്ക് ഞാൻ ഏട്ടത്തിയെ കൊണ്ടുപോകുന്നു. ഏട്ടത്തിയോ? ഏതേട്ടത്തി? ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? അർജുന് സ്ട്രെസ് നൽകുന്ന ഒന്നും തന്നെ മുന്നിൽ കൊണ്ടുവരരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? അവൻ കണ്ണു തുറന്നപ്പോൾ എന്നെയാണ് ഓർത്തെടുത്തത്. ഈ ഗൗരിയെ കണ്ടപ്പോൾ അവന് തലവേദന വന്നു. ആകെ കൺഫ്യൂഷനായി. ഇനി വീണ്ടും ഇവളെ അവന്റെ മുന്നിൽ കൊണ്ടുപോയാൽ അർജുന്റെ അവസ്ഥ കൂടുതൽ വഷളാകും. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അത് നിന്റെ തന്ത്രമാണ് നീതു. ചേട്ടന്റെ ഓർമ്മകൾ തിരികെ വരണമെങ്കിൽ ഗൗരി എടുത്ത് കൂടിയേ തീരൂ. അതിന് തടസ്സം നിൽക്കാൻ നീ ആരാണ്? ഓഹോ, ഞാൻ അർജുന്റെ അടുത്ത കൂട്ടുകാരി. ഈ അവസ്ഥയിൽ അവന്റെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. ആ കുട്ടി പറയുന്നത് തന്നെയാണ് ശരി മോളെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമേ. മോളെ ഗൗരി, അർജുന് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഇനി നിർബന്ധിച്ച് അവന്റെ മുന്നിൽ പോകണ്ട. നിന്റെ സാന്നിധ്യം അവന് അപകടമാണെങ്കിൽ നീ മാറി നിൽക്കുക തന്നെ ചെയ്യണം. വാ, നമുക്ക് വീട്ടിൽ പോവാം. ഗൗരി എടുത്തി, പേടിക്കണ്ട. എന്തൊക്കെ വന്നാലും നമ്മൾ ഏട്ടനെ കാണുക തന്നെ ചെയ്യും. ഏട്ടന്റെ ഓർമ്മകളിലേക്ക് ഗൗരി ഏട്ടത്തിയെ ഞാൻ കൊണ്ടുവരും. അവളുടെ ഒരു ഏട്ടൻ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ വാ ഏട്ടത്തി, ആരെയും പേടിക്കണ്ട. അഞ്ജലി, നീ
വഴി തടയാൻ വന്നേക്കുന്നു. ചിത്ര, ഇനി ഇത് എന്താ ഇങ്ങനെ? ഗൗരി, നീ ഇപ്പൊ തൽക്കാലം അഞ്ജലി പറയുന്നത് കേക്ക്. അവൾ വഴി തടഞ്ഞു നിന്നേക്കുവാ. എന്തായാലും ഞാൻ പോയാ ചിലപ്പോ വീണ്ടും അർജുൻ. ഇല്ല ഗൗരി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അഞ്ജലി അല്ലേ പറയുന്നത്. പക്ഷെ ഞാൻ കാരണം അർജുൻ എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല ഗൗരി, നീ സമാധാനത്തോടെ പോ. പോയി നോക്ക്, അഞ്ജലി അല്ലേ നിന്റെ കൂടെ? അഞ്ജു, നീ എപ്പോ വന്നു? ചേട്ടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അഞ്ജു? ചേട്ടൻ ഈ നിൽക്കുന്ന ഗൗരിയെ മറന്നുപോയോ? ഡോക്ടർ പറഞ്ഞു അങ്ങനെ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേട്ടന് തീരെ ഓർമ്മയില്ലേ ഇവളെ? എനിക്ക്